ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിയുന്നതായാണ് കാണുന്നത്. 62-ൽ നിന്നും 58% കുറയുകയാണ്. അതിനുള്ള കാരണം എന്താണ്? ഇന്ത്യയിൽ മോദി തരംഗം കുറയുകയാണോ? ഈ സ്വിഫ്റ്റ് കാർ ഇഷ്ടമാണോ? എങ്കിലും ആളുകൾക്ക് പണ്ടത്തെ ഇഷ്ടപ്പല്ല. എന്തുകൊണ്ടാ? സ്വിഫ്റ്റിനെ കണ്ട് കണ്ട് മടുത്ത്. അത്രയേ ഉള്ളൂ ഇതൊക്കെ. കാരണം മോഡിയുടെ പിന്നെ ഒരു ഇമേജ് ഒരു 10-20% ഇടിഞ്ഞാൽ അത് വലിയ ഇടിവന്ന ഇതൊന്നും ഒരു പ്രശ്നമില്ല. 5 വരെയൊക്കെ ഇടിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതൊക്കെ മേക്കപ്പ് ചെയ്തു. കാരണം മോഡിയെ റീപ്ലേസ് ചെയ്യാൻ ഒരാൾ വരാത്ത കാലത്തോളം, ഇപ്പോഴത്തെ BJPയുടെ സിസ്റ്റത്തെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒരു പാർട്ടി വരാത്ത കാലത്തോളം ഇതൊന്നും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും പല സംസ്ഥാനങ്ങളിലും മോദി തരംഗത്തിലാണല്ലോ BJP വിജയിച്ചു കയറുന്നത്. അങ്ങനെ ഈ ശതമാനം കുറയുന്തോറും BJP അത് ബാധിക്കില്ല. അത് ഇലക്ഷൻ സമയത്ത്, ഇതിപ്പോൾ ഇലക്ഷൻ ഇല്ലാത്ത ഒരു നോൺ ഇഷ്യൂ, ഒരു വളരെ എന്താ പറയുക ന്യൂട്രൽ ആയിട്ടുള്ള സമയത്താണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ ഇഷ്ടം പോലെ ചിലപ്പോൾ ഇഷ്ടം കുറച്ച് കൂടും കുറച്ച് കുറയും. 10% എത്തിയാൽ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. ഇതൊന്നും ഒരു പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പം തന്നെ BJPയുടെ സീറ്റൊന്നും കുറയില്ലതുകൊണ്ട് ആളുകൾ അപ്പുറത്ത് BJPയെക്കാട്ടും ഭീകരനായി എടുത്താൽ വന്നാലേ സീറ്റ് കുറയുള്ളൂ. അവസാനം ആളുകൾ ഇപ്പോൾ ഞാൻ സ്വിഫ്റ്റ് ആളുകൾക്ക് പണ്ടത്തെ പോലെ ഇഷ്ടമല്ല. എങ്കിലും മാർക്കറ്റിൽ പോകുമ്പോൾ ആളുകൾ പൊതുവെ സ്വിഫ്റ്റ് യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ്? കാരണം അല്ലെങ്കിൽ മാരുതിൻ്റെ കാറുകൾ ചൂസ് ചെയ്യും. കാരണം മറ്റേതിന് വേറൊന്നിന് സർവീസ് ചാർജ് കൂടുതലായിരിക്കും, വേറൊന്നിന് വില കൂടുതലായിരിക്കും, വേറൊന്നിന് ഈ പറയുന്നതിന് മതി ഡ്യൂറബിലിറ്റി ഉണ്ടാവില്ല. മാരുതിക്ക് ഈ സാധനം എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് മടുത്തതാണെങ്കിൽ പോലും നിങ്ങൾ അവസാനം മേടിക്കുന്നത് മാരുതിയുടെ വണ്ടിയായിരിക്കും. അതേപോലെ തന്നെയാണ് BJPയുടെയും മോഡിയുടെയും സ്ഥിതി. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ഫൈനലി BJP തന്നെ പോയി ചേരും. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു വളർച്ചയുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് പണ്ടത്തെ പപ്പു ഇമേജൊക്കെ വളരെ ഗ്രാജുവലായിട്ടൊരു വളർച്ചയുണ്ട്. അദ്ദേഹം നീഷ് ഉണ്ടാക്കുന്നുണ്ട്. മോഡി വിരുദ്ധ ഫോഴ്സസിന്റെ ഒരു റാലിയിങ് പോയിന്റ് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ തുടർ പരാജയങ്ങളാണ്. ഹരിയാനയിലും അത് ഇതുപോലെ തന്നെയാണ്. അത് വലിയ രീതിയിൽ പെട്ടെന്ന് 10% വളർച്ച എന്നൊക്കെ ഉണ്ടാകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അതുണ്ടാവുന്നില്ല. ഗ്രാജുവലായ വളർച്ച ഉണ്ടാകും. കമ്മിറ്റഡ് ആണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ പ്രശ്നം മോഡിന്റെ വലിയ ശക്തമായ പാർട്ടി സംവിധാനമുണ്ട്. അത് അദ്ദേഹത്തിന് ഇല്ല. രാഹുൽ ഗാന്ധി അതെങ്ങനെയാണ് ഇത്രയും കാലം തുടർച്ചയായി തന്നെ ഒരു മോദി തരംഗം നിലനിർത്താൻ മോദിക്ക് കഴിയുന്നത്? അത് കോൺഗ്രസിന്റെ കഴിവുകളുണ്ട്. മോദി തരംഗം ബേസിക്കലി എന്താണ്? ആദ്യം മോദി തരംഗം BJP ഊതി ഒപ്പിച്ചുണ്ടാക്കിയതാണ്. ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം. ഗുജറാത്തിലെ വികസന മാതൃക എന്ന് വെച്ചാൽ ഗുജറാത്തിന് മുമ്പേ വലിയ GDP ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ്. മാധവ് സിംഗ് സോളങ്കിയൊക്കെ ആയിരിക്കുമ്പോൾ 14% വളർച്ചാ നിരക്കുണ്ടായിരുന്നു. മോഡി കഴിച്ചപ്പോൾ അത്ര തന്നെ ഉണ്ട്. അപ്പോൾ മോഡിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഈ ഗുജറാത്ത് കലാപം വന്നപ്പോൾ ഭയങ്കര നെഗറ്റീവായി ഗുജറാത്ത് മോഡി മാറി. ആ സമയത്ത് എല്ലാവരും കുറ്റം വന്ന സമയത്ത് മോഡി ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഓറിയൻറ്റേഷൻ കൊടുക്കുകയും ഡെവലപ്മെൻറ്റ് അവിടുത്തെ വികസന നിരക്കിനൊക്കെ വലിയ രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുകയും ചെയ്തു. പിന്നെ ഒരുപാട് ഇൻഡസ്ട്രിയലിസ്റ്റുകളെ അങ്ങോട്ട് വിളിച്ചു. അതോടുകൂടി ഇൻഡസ്ട്രിയലിസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്തു, ഈ അംബാനിയൊക്കെ. അപ്പോൾ അവരും വലിയ രീതിയിൽ അദ്ദേഹത്തെ അവരുടെ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്തു. പിന്നെ മുമ്പത്തെ മുഖ്യമന്ത്രി ചെയ്യാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ മോഡി ചെയ്തതെന്ന് വെച്ചാൽ ഈ വികസനത്തിന് ഗുണം നടന്ന് സാധാരണക്കാരിൽ എത്തിയിരുന്നില്ല. അവിടെ സോഷ്യൽ ഇൻഡൈസസ് വളരെ താഴെയാണ്. കേരളത്തിന് 4 അയലത്തെത്തില്ല. പക്ഷേ മോഡി പതുക്കെ ബേട്ടി ബച്ചാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ട് ഈ വികസനത്തിൻ്റെ ഗുണം താഴെ തട്ടിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തി. അതായത് സോഷ്യൽ ഇൻഡൈസസിൽ മോഡി പോകുമ്പോൾ 5% വരെ ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. അതാണ് മോഡിയുടെ അവിടുത്തെ കോൺട്രിബ്യൂഷൻ. അതാണ് മോഡിയുടെ വികസന മാതൃക. ഇതിനെ പിന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അഴിമതി, ആ സമയത്ത് UP രണ്ടാമത്തെ ഗവൺമെൻറ് മൊത്തം അഴിമതിയൊക്കെ ആയിരുന്നല്ലോ. അത് ഡൽഹി റേപ്പ് കേസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇദ്ദേഹം അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വളരെ ദുർബലനായ ഒരാളായി തോന്നിക്കുകയും ചെയ്തു. അപ്പോൾ ദുർബലനായ ഒരു പ്രധാനമന്ത്രി ദുർബലമായ ഒരു പാർട്ടിക്കുമെതിരെ ശക്തമായ പാർട്ടി, ശക്തമായ നേതാവ് എന്ന രീതിയിൽ ഒരു പ്രചാരണം കൊണ്ടുവരികയും ഡോവൽ വളരെ കൃത്യമായി എല്ലാ ഏജൻസികളെയും, മീഡിയനെ എല്ലാ ഏജൻസികളും അതിനുപയോഗിക്കുകയും ചെയ്തു. അത് ഡോവലിൻ്റെ ഇപ്പോൾ ഡൽഹിയിലെ മറ്റേ അന്നാസാന സമരമൊക്കെ ഡോവൽ ഉണ്ടാക്കിയ സമരമാണ്. ഡോവലിൻ്റെ ഒരു പങ്ക് വളരെ നിർണായകമാണ് അതിൽ. അങ്ങനെ മോഡി അധികാരത്തിൽ വന്നു, വലിയ പ്രതീക്ഷയോടുകൂടി വന്നു. പ്രതീക്ഷയോടുകൂടി മോഡി ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യുന്നു. RSSകാരുടെ പ്രതീക്ഷ എന്തായിരുന്നു? അവർ രാമക്ഷേത്രം ഉണ്ടാക്കണം, ആർട്ടിക്കിൾ 370 റദ്ദാക്കണം, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം. ഇതൊക്കെയായിരുന്നു അവരുടെ കാര്യം. ആ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്ന വെച്ച് നോക്കിയതെല്ലാം അത് ശരിയായി കൊടുത്തു. സാധാരണക്കാർ നോക്കിയത് എന്താണ്? മിഡിൽ ക്ലാസ് നോക്കിയത്. കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ആളുകൾ, BJP കൂടെ അവർ നോക്കിയത് അവരുടെ ജീവിതത്തിൽ എന്താ മാറ്റം കൊണ്ടുവരും.
മോഡി അത് കൊണ്ടുവന്നു. മോഡി ജൻധൻ യോജനയുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി, സ്വച്ഛ് ഭാരതിലൂടെ ടോയ്ലറ്റുകൾ ഉണ്ടാക്കി കൊടുത്തു, ഉജ്ജൽ മിഷനിലൂടെ ഗ്യാസ് കണക്ഷൻ കൊടുക്കുകയുണ്ടായി. അത് ചിലതൊക്കെ കണ്ടിന്യൂറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എങ്കിൽ പോലും ഇതൊക്കെ വലിയ ഇമ്പാക്റ്റ് ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി. മോഡി ഓരോ തവണ വരും. പിന്നെ നോട്ട് നിരോധനം കൊണ്ട് ബുദ്ധിമുട്ടിയത് ഉത്തരേന്ത്യയിലും സാധാരണക്കാരനല്ല, അവിടെ വലിയ പൈസക്കാരനാണ്. സാധാരണക്കാരന് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അവൻ്റെ പൈസ അന്നും പൈസ ഇല്ല, ഒന്നും പൈസ ഇല്ല. അപ്പം മോഡി ഈ പറയുന്ന പോലെ സാധാരണക്കാരുടെ പ്രതീക്ഷകൾക്കൊത്ത്, ഉത്തരേന്ത്യയിലെ സാധാരണക്കാരുടെ പ്രതീക്ഷകൾക്കൊത്ത് മോഡിക്ക് ഉയരാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ അതിനിടയ്ക്ക് ആ സമയത്ത് രാജ്യം വളരെ വലിയ ക്രൈസിസിലൂടെ കടന്നുപോയി. കോവിഡ് വന്നിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് പിന്നോട്ടടിച്ചില്ല, വളർച്ചാ നിരക്ക് മുന്നോട്ട് തന്നെ പോയി. അപ്പം ഇതൊക്കെ തന്നെ മോഡി ഒരു ഹൈപ്പായി വന്ന ആ സംഭവത്തെ മോഡി റിയലാക്കി മാറ്റി. ഞാനൊക്കെ അതിനുശേഷമാണ് ഈ മോഡി ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനത് ഹൈപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ ഉള്ള ജനങ്ങൾ ഉൾപ്പെടെ, ചിലർ ഉൾപ്പെടെ വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമുണ്ടല്ലോ, വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, ഇതെല്ലാം BJP വലിയ രീതിയിൽ ബാധിക്കും, ബീഹാറിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നെല്ലാം പലരും വിശ്വസിക്കുന്നുണ്ട്. അതെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, അത് എനിക്കറിയില്ല എങ്ങനെ അത് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളത്. നമ്മൾ കണ്ടറിഞ്ഞ് അതിൻ്റെ ഒരു വിഷയം തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ബീഹാറിൽ പോകുന്നത് ഒരു കമ്പാരിറ്റീവ്ലി ഒരു പുതിയ വിഷയമാണ്. അല്ല, ഈ സർവേയിൽ തന്നെ BJP NDA സർക്കാർ തന്നെ അവിടെ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അല്ല, എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇത് വേറെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അറിയില്ല. കാരണം അവിടെ ഒരു എമേർജിങ് മിഡിൽ ക്ലാസ് ഉണ്ട്, മോഡേൺ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള. അവരെയാണ് രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അത് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം നികേഷിൻ്റെ ലാസ്റ്റ് ടൈമാണ്. നികേഷിന് ഇപ്പോൾ മുഖ്യമന്ത്രിയാവുന്ന ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലംസ് അവിടെ ഉണ്ട്. എങ്കിൽ പോലും BJPക്കാണ് അവിടെ ഒരു മേൽക്കൈ ഉണ്ടാവാൻ സാധ്യത. പിന്നെ അവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഈ മറ്റു പല പ്രാദേശിക പാർട്ടികളും ഡെസിമേറ്റ് ചെയ്ത് പോയിട്ടും ഈ ലാലുവിൻ്റെ പാർട്ടി ഇപ്പോഴും സ്ട്രോങ് ആണ്. അങ്ങനെ ഒരു ഘടകം കൂടി അവിടെ ഉണ്ട്. ഈ 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. അപ്പോൾ പലരും പറഞ്ഞത് നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി ഏറ്റു എന്നാണ്. പക്ഷെ തുടർ വിജയങ്ങളിലൂടെ ഇപ്പോൾ ആ ഇമേജ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സർവേയിൽ ചിലപ്പോൾ തെളിഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പഴയ പദവിയിലേക്ക് തന്നെ, ആ കരുത്തിലേക്ക് മോദിക്ക് എത്താൻ കഴിഞ്ഞു. ആ കരുത്ത് മുടി താഴോട്ട് പോയിട്ടൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ പലരും ആകിച്ച മുഖ്യ ഭൂരിപക്ഷത്തിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. കേവല ഭൂരിപക്ഷം എനിക്ക് RSS വേണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ. അത് നമ്മൾ വളരെ തവണ ഡിസ്കസ് ചെയ്തത്. മാത്രമല്ല, ഈ കേവല ഭൂരിപക്ഷം പലപ്പോഴും കിട്ടുന്ന പലർക്കും വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ്. കാരണം കേവല ഭൂരിപക്ഷം കിട്ടിയ ചില വ്യക്തികൾ ഭയങ്കര, മോഡി എന്നുള്ളൊരു വ്യക്തി കൂടുതൽ ശക്തിപ്പെടും. അത് പലപ്പോഴും ആ പ്രസ്ഥാനത്തിൽ തന്നെ പ്രോബ്ലമായി മാറാൻ സാധ്യത. അങ്ങനെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ആളുകൾ പൊതുവെ കൂടെ ഉള്ളവർ തന്നെ ചിലപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്ന് വലിച്ചിടും. അത് സംഭവിക്കാറുണ്ട്. ഒരു കണക്കിന് അത് നല്ലത് തന്നെ. കാരണം 300 സീറ്റിന് പുറത്തൊക്കെ നേടിക്കഴിഞ്ഞാൽ ഇതിൽ ഫ്രിഞ്ച് എലമെൻ്റ് ഉണ്ടല്ലോ RSSന്, അവർ ശക്തി പ്രാപിക്കുകയും അവർ കൂടുതൽ ജനാധിപത്യത്തിൽ നിരക്കാത്ത ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ചിലപ്പം ഭരണഘടന മാറ്റണം, ദേശീയ പതാക മാറ്റണം, രാജ്യത്തിൻ്റെ പേര് മാറ്റണം എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇത്രയും വലിയ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് മോഡിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ സുഖം. പിന്നെ അത് അവസാനം ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരെ നമ്മൾ ഒരുപാട് കേട്ട് കഴിഞ്ഞാൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവസാനം താലിബാനിലേക്ക് പോകും. ഈ ഭ്രാന്തന്മാരെ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ ഒരു മിഡ്വേയിൽ അങ്ങ് പോയിക്കൊണ്ട് ഇപ്പം പോകുന്ന പോലെ. അതാണ് നല്ലത്. കാരണം അതുകൊണ്ട് പിന്നെ ഇപ്പം മോഡിക്കും നമുക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല, അതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ല, അങ്ങനെ ഒരു ഭ്രാന്തമായ ഐഡിയ ഒന്നും മോഡിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെയാണ് അത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ പരിഷ്കരണം ആദ്യത്തെ 2 വർഷം വലിയ തോതിൽ നടപ്പിലാക്കി. അത് നടപ്പിലാക്കിയിട്ടില്ലല്ലോ. ചെറിയ രീതിയിൽ നടപ്പിലാക്കിയാണ് ബഹുമാൻ ഈ കാവ്യവൽക്കരണം വന്ന് വേളം വെക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.